അതെ, അദ്ദേഹത്തിന്റെ ആ ഇമോഷൻസ് മൊത്തം അദ്ദേഹം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തു പറയാതെ, അല്ലെങ്കിൽ പുറത്ത് പറയാൻ ചിലപ്പോൾ ഇപ്പം അറിയില്ല, ചിലപ്പം 1983 നടന്ന കാര്യമായിരിക്കാം അല്ലെ, ആ സംഭവങ്ങൾ പോലും ചിലപ്പോൾ ഹീലായിട്ടുണ്ടാവത്തില്ല, അത് അവിടെ തന്നെ കിടക്കുമായിരിക്കും. അതിന്റെ പുറകെ 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 ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും എൻ്റെ ലൈഫ് ഒരു വേർത്ത് ആണോ, ഞാൻ ഓക്കെ ആണോ, എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിക്കുന്നു, എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടുണ്ടോ, അവിടെയാണ് ഈ ബാലൻസിങ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ മുകളിലുള്ള പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയുമായിരിക്കും. പക്ഷെ അതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്താണ്, അത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കിയെടുക്കുന്നത്? ഓക്കെ, നോർമലി ഇപ്പൊ നമ്മളുടെ സെഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ റൂട്ട് കോഴ്സിലോട്ട് പോകുന്നത്, അല്ലാതെ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് വരാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ഈ ബാലൻസിങ് ഇല്ലാതെ വരുമ്പോഴാണ്. അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടേണ്ടവനാണ്, പ്രത്യേകിച്ച് മെന്നിൽ അത് കൂടുതലാണ്. അപ്പൊ അവർക്കുള്ളത് ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസ്. ഇതും വിപിൻ പറഞ്ഞൊരു കാര്യമാണ്, വിപിനാണ് ഇന്നത്തെ ഇവിടുത്തെ താരം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, കുടുംബത്തിന് വേണ്ടി ഒത്തിരി 60-70 ലക്ഷം രൂപ കൊടുത്ത് വീടും വെച്ച് കടവും മേടിച്ച് കാറും മേടിച്ചപ്പോൾ നമ്മുടെ ഫാമിലികൾക്കൊക്കെ പുറത്തോട്ട്, പ്രത്യേകിച്ച് പ്രവാസികൾ പോകുന്നിടം വരെ ഉള്ളൂ വീട്ടുകാർക്ക് ടെൻഷൻ. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ അവര് പറയുന്നത് എന്റെ മകൻ ഗൾഫിലാണ്, അവരുടെ ടെൻഷൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞവരെ അവിടെ തൊട്ട് തുടങ്ങുവാണ് പ്രഷർ തുടങ്ങുവാണ്. ഇവിടുത്തെ വർക്ക് എൻവയോൺമെന്റ് ഡിഫറെന്റ് ആണ്, ഇവിടുത്തെ ഫുഡ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്, ഇവർ ഇത്രയും ക്രൗഡിന്റെ ഇടയ്ക്ക് അവർ ഒറ്റയ്ക്കാണ്. അങ്ങനെ പല ചാലഞ്ചസിൽ കൂടി പോകും. അത് കേൾക്കാൻ അവിടെ ആരുമില്ല. അങ്ങനെ പോകുന്നവർ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇവിടെ പറ്റുന്നില്ല അമ്മ ഞാൻ തിരിച്ചു വരുവാന്ന് പറയുന്നത് ഫെയിലിയറാ. ഏതാണ്ട് അപ്പുറത്തെ രാമുവിന്റെ മോനെ നോക്ക്, മുഹമ്മദിന്റെ മോനെ നോക്ക്, ഏതാണ്ട് അവനൊന്നും വിദ്യാഭ്യാസം പോലും ഇല്ല, അവർ തന്നെ വീട് വെച്ചു കാറ് മേടിച്ചു കഥകള് കേൾക്കാം. അപ്പൊ ഇതൊന്നും എനിക്ക് പറ്റില്ല, എനിക്കവിടെ വോയിസ് ഇല്ല. അപ്പൊ ശരിയാണ്, എന്റെ പ്രശ്നമാണ്, ഞാൻ അതിനെ ഇങ്ങനെ തള്ളി നീക്കി എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എന്റെ ബുദ്ധിമുട്ടുകൾ ഒരാളോട് ഷെയർ ചെയ്യാതെ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എന്നുള്ള ഒരു പേഴ്സണാലിറ്റിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. എൻ്റെ ബൗണ്ടറീസ് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയേണ്ടത്. ഞാൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണോ, അതോ ഞാനെന്ന പേഴ്സൺ എന്തെങ്കിലും എനിക്കും എല്ലാ റൈറ്റ്സും ഉണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനും, എൻ്റെ റൈറ്റ്സിനെ കുറിച്ച് എനിക്ക് അറിയാനുമുള്ള ഇതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതിന് അവെയർ ആകണം. അപ്പം നമ്മൾ ബാലൻസ് ചെയ്യണം. എൻ്റെ കുഞ്ഞു ഇൻട്രസ്റ്റ് പോലും, ഞാൻ കോളേജിലൊക്കെ എങ്ങനെയായിരുന്നു, സ്കൂളിൽ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, ഞാൻ എന്നാ ചിരി മറന്നുപോയേ, എന്ന് തൊട്ടാണ് ഞാൻ പൊട്ടിച്ചിരിക്കാൻ മറന്നുപോയേക്കുന്നത്, എപ്പോഴാണ് ഞാൻ സന്തോഷത്തോടെ ഒന്ന് നല്ല ആഹാരം കഴിച്ചിട്ടുള്ളത്, അതൊക്കെ ഞാൻ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യണം. എന്നിട്ടൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. ചുറ്റിനുള്ള വോയിസസിനെ എല്ലാം ഷട്ട് ചെയ്യുക, മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എനിക്ക് വേണ്ടി ആദ്യം സെൽഫ് ലവ് ആ വേണ്ടത്. എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് ചുറ്റിനുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റൂ. അപ്പൊ അതിനുള്ള സ്റ്റെപ്പുകൾ എടുത്താൽ തന്നെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി. ഏതായാലും നമ്മൾ വളരെ വിപുലമായ ഒരു വിഷയമാണ് സംസാരിച്ചു വന്നത്. അതിൽ പ്രായോഗികമായ കാര്യങ്ങളുണ്ട്, അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ജീവിതാനുഭവങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്.